പ്രമേഹ രോഗികൾക്ക് ആഹാരം തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? പ്രായം, ലിംഗവ്യത്യാസം, ചെയ്യുന്ന ജോലികൾ, ശരീരഭാരം, ഗർഭകാലം, മുലയൂട്ടൽ കാലം എന്നിവയൊക്കെ കണക്കിലെടുത്തു വേണം ഓരോരുത്തർക്കും ഭക്ഷണം തയ്യാറാക്കാൻ. ഓരോ പ്രമേഹ രോഗിയുടെ ഭക്ഷണ ക്രമീകരണത്തിനും അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും. പ്രമേഹ രോഗികൾക്ക് അന്നജം അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാൻ കഴിയുമോ? ഉയർന്ന തോതിൽ അന്നജം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ മാത്രമല്ല ട്രൈഗ്ലിസറൈഡിന്റെ അളവും ഉയർത്തും. പോളിസാക്കറൈഡുകൾ കൂടുതൽ അടങ്ങിയ ധാന്യങ്ങൾ, ബീൻസ്, ബ്രെഡ് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. വേഗത്തിൽ രക്തത്തിൽ അലിയുന്ന മോണോസാക്കറൈഡുകൾ, ഡൈസാക്കറൈഡുകൾ അടങ്ങിയ മധുര പലഹാരങ്ങൾ, ചോക്ലേറ്റുകൾ, മധുരമുള്ള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കേണ്ടതാണ്. പ്രമേഹ രോഗികൾക്ക് മാംസ്യം എത്ര അളവിൽ കഴിക്കാം? ശരീരത്തിലെ പേശികളുടെ വളർച്ചയ്ക്കും പരിപാലനത്തിനും മാംസ്യം അത്യാവശ്യമാണ്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ചാണ് എത്ര ഗ്രാം മാംസ്യം കഴിക്കണമെന്ന് കണക്കാക്കുന്നത്. 1 കിലോഗ്രാം ശരീരഭാരത്തിന് 1 ഗ്രാം എന്ന തോതിൽ മാംസ്യം കഴിക്കാം. മാംസ്യം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ഉയർത്തുന്നില്ല. മാംസ്യത്തിനു വേണ്ടി മാംസാഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തരുത്. പയറുവർഗ്ഗങ്ങൾ ധാരാളമായി ഉൾപ്പെടുത്തണം. പ്രമേഹ രോഗികൾക്ക് കൊഴുപ്പ് അടങ്ങിയ ആഹാരപദാർത്ഥങ്ങൾ കഴിക്കാൻ കഴിയുമോ? പ്രമേഹരോഗികൾ ഹൃദയാരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. ഭക്ഷണത്തിൽ പൂരിത കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കേണ്ടതാണ്. പ്രമേഹരോഗികളിൽ ഹൃദയാഘാതം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹ രോഗികൾ ഭക്ഷണത്തിൽ ഭക്ഷ്യനാരുകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? സസ്യ ആഹാരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ദഹിക്കാത്ത അന്നജത്തിന്റെ അംശത്തെയാണ് ഭക്ഷ്യനാരുകൾ എന്ന് പറയുന്നത്. ടൈപ്പ് 1, ടൈപ്പ് 2 പ്രമേഹരോഗികൾ ഭക്ഷണത്തിൽ നാരുകൾ ധാരാളമായി ഉൾപ്പെടുത്തേണ്ടതാണ്. കുടലിൽ നിന്ന് രക്തത്തിലേക്ക് ഗ്ലൂക്കോസിന്റെ ആഗീകരണം കുറയ്ക്കും എന്നതാണ് നാരിന്റെ ഗുണം. രക്തത്തിലെ കൊളസ്ട്രോളിന്റെയും ട്രൈഗ്ലിസറൈഡിന്റെയും അളവ് ക്രമപ്പെടുത്തുന്നതിനും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും രക്താതിമർദ്ദം നിയന്ത്രണത്തിലാക്കുന്നതിനും ഭക്ഷ്യനാരുകൾ കൂടിയേ തീരൂ. പ്രമേഹ രോഗികൾ എപ്പോഴൊക്കെ ആഹാരം കഴിക്കാം? കേരളീയരുടെ ഒരു ഭക്ഷണരീതി 3 നേരം ആഹാരം കഴിക്കുക എന്നതാണ്. ഇത്തരത്തിൽ ഓരോ നേരവും അമിത ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല. പ്രമേഹരോഗികൾ മാത്രമല്ല, രോഗമില്ലാത്തവരും ഇടനേരങ്ങളിലുള്ള ഭക്ഷണരീതി ശീലമാക്കേണ്ടതാണ്. 5-6 തവണയായി കൃത്യമായി ഇടവേളകളിൽ ഭക്ഷണം കഴിക്കേണ്ടതാണ്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമപ്പെടുത്തും, ദഹനവ്യവസ്ഥയ്ക്ക് ഏറെ ഗുണം ചെയ്യും. 6 നേരത്തെ ഭക്ഷണം 3 നേരമായി മാത്രം ചുരുക്കിയാൽ പ്രമേഹ നിയന്ത്രണം സാധ്യമാകില്ല. പ്രാതലിനും ഉച്ചഭക്ഷണത്തിനും ഇടയിലും രാത്രി ഭക്ഷണത്തിനു മുൻപും കഴിക്കുന്ന ലഘു ഭക്ഷണരീതി ശീലമാക്കണം. ഇടനേരങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണത്തിനുമുണ്ട് പ്രത്യേകതകൾ. കൊഴുപ്പും ഊർജ്ജമൂല്യവും കുറഞ്ഞതും നാരുകൾ ധാരാളം അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ കഴിക്കാം. മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ, കടല, നീലക്കടല, പച്ചക്കറി സലാഡുകൾ, ഓട്സ്, മുത്താറി, മോരും വെള്ളം എന്നിവ ഇടനേരങ്ങളിൽ ഉൾപ്പെടുത്താം. പ്രമേഹ രോഗികൾക്ക് ബോഡി മാസ് ഇൻഡെക്സ് എത്ര വേണം? പ്രമേഹരോഗിയുടെ ബോഡി മാസ് ഇൻഡെക്സ് 25-ൽ താഴെ ആയിരിക്കണം. ഒരാളുടെ കിലോഗ്രാമിലുള്ള ശരീരഭാരത്തെ മീറ്ററിലുള്ള ഉയരത്തിന്റെ വർഗ്ഗം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് അയാളുടെ ബോഡി മാസ് ഇൻഡെക്സ്. BMI 18.5 മുതൽ 25 വരെ സാധാരണ മൂല്യമാണ്. 25 മുതൽ 29.9 ഇടയിലുള്ളവർ അമിതഭാരമുള്ളവരും 30-ൽ കൂടുതൽ ഉള്ളവർ പൊണ്ണത്തടിക്കാരുമാണ്. പ്രമേഹ രോഗികൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാമോ? ഉരുളക്കിഴങ്ങ്, ബീറ്റ്റൂട്ട്, കപ്പ എന്നിവയ്ക്ക് ഊർജ്ജമൂല്യം കൂടുതലാണ്. അതിനാൽ പ്രമേഹരോഗികൾ ഇവ ഒഴിവാക്കേണ്ടതാണ്. ക്യാരറ്റ് കിഴങ്ങ് വർഗ്ഗത്തിൽ ഉൾപ്പെടുന്നുവെങ്കിലും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിനാലും ഭക്ഷ്യനാരുകളും വൈറ്റമിൻ എയും ധാരാളം അടങ്ങിയതിനാലും വേവിക്കാത്ത ക്യാരറ്റ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നന്നായി വേവിച്ച ക്യാരറ്റിന് ഗ്ലൈസമിക് ഇൻഡെക്സ് 85 ആണ്. പ്രമേഹ രോഗികൾക്ക് മുട്ട കഴിക്കാമോ? ഒരു മുട്ടയുടെ മഞ്ഞയിൽ മാത്രം 1500 മില്ലിഗ്രാം കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ മുട്ടയുടെ വെള്ള മാത്രം ഉപയോഗപ്പെടുത്താം. പ്രമേഹ രോഗികൾ മൈദ ഒഴിവാക്കണോ? ഗോതമ്പ് പൊടിച്ചു കിട്ടുന്നതിൽ നിന്ന് തവിടും ഉമ്മിയും പൂർണ്ണമായും വേർതിരിച്ച് അരിച്ചെടുക്കുന്ന ഏറ്റവും നേർമയായ പൊടി വിവിധ രാസപ്രക്രിയകൾക്ക് കൂടി വിധേയമാക്കി കിട്ടുന്നതാണ് നൈഡ്. നല്ല വെളുത്ത നിറം കിട്ടാനായി ബെൻസൈൽ പെറോക്സൈഡ് എന്ന രാസവസ്തു ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്യുകയും അതിനു പുറമെ വളരെ മാർദ്ദവം കിട്ടാനായി ഗ്ലൂക്കോസിന് സമാനമായ അലോക്സൻ എന്ന രാസവസ്തുവും കലർത്തുന്നു. ഈ രാസവസ്തു പാൻക്രിയാസിലെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ബീറ്റാ സെല്ലുകളെ നശിപ്പിക്കും. പ്രമേഹ രോഗികൾക്ക് പഴച്ചാറുകൾ കഴിക്കാമോ? ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴവർഗ്ഗങ്ങൾ പ്രമേഹരോഗിക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. എന്നാൽ പഴച്ചാറുകൾ കഴിവതും ഒഴിവാക്കണം. തണ്ണിമത്തൻ, പൈനാപ്പിൾ, മാമ്പഴം എന്നിവയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലായതിനാൽ നിയന്ത്രിച്ചു ഉപയോഗിക്കണം. ഏതെങ്കിലും പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ദിവസം കഴിക്കുന്ന മറ്റു ഭക്ഷണത്തിൽ ആനുപാതികമായ കുറവ് വരുത്തേണ്ടതാണ്. പഴച്ചാറുകൾ അരിച്ചു ഉപയോഗിക്കുമ്പോൾ അതിലെ ഭക്ഷ്യനാരുകളുടെ അളവും കുറവായിരിക്കും. മാത്രമല്ല, ഉപയോഗിക്കുന്ന പഴത്തിന്റെ എണ്ണവും കൂടും. ഉദാഹരണമായി, മുസംബി ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസിന് കുറഞ്ഞത് 6 മുസംബിയെങ്കിലും വേണ്ടിവരും. പഴച്ചാറുകൾ പെട്ടെന്ന് തന്നെ രക്തത്തിൽ അലിയുകയും പഞ്ചസാരയുടെ അളവ് ഉയർത്തുകയും ചെയ്യും. പ്രമേഹ രോഗികൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം?
പഞ്ചസാര, ശർക്കര, തേൻ, കൽക്കണ്ടം, ജെല്ലി, ഐസ്ക്രീം, ഗ്ലൂക്കോസ്, മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, മൈദ വിഭവങ്ങൾ, മദ്യം, സർദത്ത്, ഹെൽത്ത് ഡ്രിങ്കുകൾ, പഴച്ചാറുകൾ എന്നിവ ഒഴിവാക്കേണ്ടതാണ്. പ്രമേഹരോഗികൾ പതിവായി കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ എന്തെല്ലാമാണ്? ബിരിയാണി, ഫ്രൈഡ് റൈസ്, നെയ്ച്ചോർ, ബിസ്ക്കറ്റുകൾ, വട, സമൂസ, പഫ്സ്, ഉണക്കമുന്തിരി, ഈന്തപ്പഴം, എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ ഇറച്ചിവർഗ്ഗങ്ങൾ എന്നിവ പതിവായി കഴിക്കാൻ പാടില്ല. പ്രമേഹരോഗികൾക്ക് ധാരാളമായി കഴിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാമാണ്? പച്ചക്കറികൾ, സലാഡുകൾ, പച്ചിലക്കറികൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, കടല, ചെറുപയർ, തവിട് കൂടുതൽ അടങ്ങിയ ധാന്യങ്ങൾ എന്നിവ ധാരാളമായി കഴിക്കാവുന്നതാണ്. പ്രമേഹ നിയന്ത്രണത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? അന്നജവും കൊഴുപ്പും കുറഞ്ഞ ഭക്ഷണം ശീലമാക്കുക. ഒരു നേരവും ഭക്ഷണം ഒഴിവാക്കാൻ പാടില്ല. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് ശ്രദ്ധിക്കുക. ഇടനേരങ്ങളിൽ ഉള്ള ഭക്ഷണം ശീലമാക്കണം. പച്ചക്കറികൾ, ഇലക്കറികൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മാംസ്യത്തിന്റെ ലഭ്യതയ്ക്കായി ഭക്ഷണത്തിൽ മാംസാഹാരങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക. പയറുവർഗ്ഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് നിയന്ത്രണം വരുത്തുക. പൂരിത കൊഴുപ്പടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുക. ആട്ടിറച്ചി, മാട്ടിറച്ചി എന്നിവ ഒഴിവാക്കുന്നതാണ് ഉത്തമം. പകരം കോഴിയിറച്ചി, മത്സ്യം എന്നിവ ഉൾപ്പെടുത്താം. പഴച്ചാറുകൾക്ക് പകരം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴങ്ങൾ തിരഞ്ഞെടുക്കുക. ഭക്ഷണം അമിതമായി വേവിക്കരുത്. അധികമായി വേവിച്ച ഭക്ഷണത്തിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടാം. വിശക്കുന്നതുവരെ ഭക്ഷണത്തിനായി കാത്തിരിക്കരുത്. ഇത് ഹൈപ്പോഗ്ലൈസിമിക്കിനും ഭക്ഷണം അമിതമായി കഴിക്കുന്നതിനും ഇടവരുത്തും. പ്രമേഹരോഗി അമിത ഭക്ഷണവും ഉപവാസവും ഒഴിവാക്കണം. മദ്യവും പുകവലിയും പൂർണ്ണമായും ഉപേക്ഷിക്കണം. ഭക്ഷണത്തിന് കൃത്യസമയം പാലിക്കണം. വ്യായാമം ശീലമാക്കുകയും വേണം. ഭക്ഷണത്തിൽ കടല, ആപ്പിൾ, വെളുത്തുള്ളി, സോയാബീൻ, ഓട്സ്, പാവയ്ക്ക, ഉലുവ, തൈര്, സവാള എന്നിവ ഉൾപ്പെടുത്തുക. ധാരാളം വെള്ളം കുടിക്കുക. ഭക്ഷണത്തിൽ ഉപ്പിന്റെ അമിത ഉപയോഗം കുറയ്ക്കുക.